ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൂക്ഷ്മാണുക്കളുടെയും മൈക്രോബയോമിൻ്റെയും പ്രാധാന്യം ലോക ജനതയെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 27 ലോക മൈക്രോബയോം ദിനമായി ആചരിക്കുന്നു. പ്രകൃതിയിലെ ജൈവ അജൈവ മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂക്ഷ്മാണു വ്യവസ്ഥ അഥവാ മൈക്രോബയോട്ട. ബാക്ടീരിയയും വൈറസും ഫംഗസുമൊക്കെ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ കൂട്ടമാണ് മൈക്രോബയോട്ട. ഇന്ന് ബാക്ടീരിയകൾ ബഹിരാകാശത്തും കാണപ്പെടുന്നതായി അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാന സംവിധാനങ്ങൾ അഥവാ ഹോസ്റ്റ് മൈക്രോബയോം ഇൻ്ററാക്ഷൻ പ്രവർത്തിക്കുന്നത്. 1 ഗ്രാം മണ്ണിൽ പോലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ട്. മനുഷ്യ ശരീരത്തിലും കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ആരോഗ്യത്തെ ബന്ധിപ്പിക്കുന്ന അദൃശ്യ പാലമാണ് ഈ സൂക്ഷ്മാണുക്കൾ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. മനുഷ്യ മൈക്രോബയോം, സസ്യ മൈക്രോബയോം, മൃഗ മൈക്രോബയോം, ജല മൈക്രോബയോം, പരിസ്ഥിതി മൈക്രോബയോം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് ലോകമെമ്പാടും അതിവേഗം പുരോഗമിക്കുകയാണ്. മനുഷ്യൻ, മൃഗം, സസ്യം, ജലജീവികൾ, പരിസ്ഥിതി എന്നിവയുടെ ആരോഗ്യം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന ആശയത്തിൻ്റെ ശാസ്ത്രീയ അടിത്തറ കൂടിയാണ് മൈക്രോബയോം. സൂക്ഷ്മജീവികളുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതും ഉപകാരപ്രദമായ സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും രോഗപ്രതിരോധത്തിനുള്ള പ്രൊബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ വിപണന സാധ്യതകൾ കണ്ടെത്തുന്നതും ഭാവിയിൽ മനുഷ്യരാശിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചിരിക്കുന്നത്. മൈക്രോബയോം ഗവേഷണവും ഉൽപ്പന്ന വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും പിന്തുണ നൽകി സാങ്കേതിക നവീകരണം, നയരൂപീകരണം, പൊതുജന ബോധവൽക്കരണം എന്നിവയിലൂടെ കേരളത്തെ രാജ്യത്തെ മുൻനിര മൈക്രോബയോം ഹബ്ബായി വളർത്തുകയാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യാരോഗ്യത്തിനായി പ്രത്യേക ആരോഗ്യ ഗുണങ്ങളുള്ള പ്രോബയോട്ടിക് ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃഷി, അക്വാകൾച്ചർ, മൃഗസംരക്ഷണ മേഖലകൾക്കായുള്ള ഫലപ്രദമായ മൈക്രോബിയൽ കൺസോർഷ്യങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന നവീന ശാസ്ത്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുന്നു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആരോഗ്യ പരിസ്ഥിതി സംഭാവനകൾ സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി 2026 ജനുവരിയിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിൻ്റെ ഉദ്ഘാടന വേളയിൽ കേരള സർക്കാർ ബാസില്ലസ് സബ്റ്റിലിസ് എന്ന ഗുണകരമായ ബാക്ടീരിയയെ കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സംഭാവനയാണിത്. മൈക്രോബയോം ഗവേഷണ രംഗത്ത് അത്യാധുനിക ഓമിക്സ് സാങ്കേതിക വിദ്യകൾ, മെറ്റാജീനോമിക്സ്, മെറ്റബോളോമിക്സ് തുടങ്ങിയ സമീപനങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ജലം, മണ്ണ് എന്നിവയുടെ മൈക്രോബയോമുകളെ വിശദമായി പഠിക്കാനും അത് മാപ്പ് ചെയ്യുന്നതിനും ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു. മൈക്രോബയോം ഡേറ്റാബേസുകളുടെ രൂപീകരണം, രോഗനിർണയത്തിനും വ്യക്തിഗത ആരോഗ്യ പരിപാലനത്തിനുമായി മൈക്രോബയോം അധിഷ്ഠിത ബയോമാർക്കറുകളുടെ വികസനം, മണ്ണിൻ്റെ മൈക്രോബയോം മാപ്പിംഗ് വഴി കൃത്യമായ പോഷക സൂക്ഷ്മാണു അനുബന്ധ നിർദ്ദേശങ്ങൾ നൽകൽ,
കൂടാതെ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ പ്രവചന ഉപകരണങ്ങളുടെയും തീരുമാന സഹായ സംവിധാനങ്ങളുടെയും വികസനം എന്നിവയ്ക്കും കേന്ദ്രം പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. ഇതുവഴി ഗവേഷണ ഫലങ്ങളെ പ്രായോഗിക സാങ്കേതിക വിദ്യകളായും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സേവനങ്ങളായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്ന് മനുഷ്യാരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന മേഖലയാണ് ഗട്ട് അഥവാ കുടൽ മൈക്രോബയോം. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ദഹനം, പോഷകങ്ങളുടെ ആഗിരണം, രോഗപ്രതിരോധശേഷി, ഉപാപചയ പ്രവർത്തനങ്ങൾ, ശരീരഭാരം, മാനസികാരോഗ്യം എന്നിവയെ സ്വാധീനിക്കുന്നു. ചില പഠനങ്ങൾ ഗട്ട് മൈക്രോബയോമും തലച്ചോറും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം നടക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട്. അതിനാലാണ് ഇന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന ആശയം ഏറെ പ്രാധാന്യം നേടുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിൽ മറ്റ് അവയവങ്ങളും, അതായത് കരൾ, ശ്വാസകോശം, ഹൃദയം, ചർമ്മം എന്നിവ കുടൽ മൈക്രോബയോമും തമ്മിലുള്ള പരസ്പര വിനിമയങ്ങൾ അതീവ പ്രധാനമാണെന്ന് വിവിധങ്ങളായ ശാസ്ത്രീയ പഠനങ്ങൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അമിതമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, നാരുകൾ കുറഞ്ഞ ഭക്ഷണരീതി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ഗട്ട് മൈക്രോബയോമിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കാം. ഇതിനെ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുന്നു. പ്രമേഹം, പൊണ്ണത്തടി, അലർജി, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ചില നാഡീരോഗങ്ങൾ എന്നിവയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ ഇതിനകം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ ഗട്ട് മൈക്രോബയോം നിലനിർത്താൻ നമുക്ക് ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അനാവശ്യ ആൻറ്റിബയോട്ടിക് ഉപയോഗം ഒഴിവാക്കുക. സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം എന്നിവയും ഗട്ട് മൈക്രോബയോമിനെ അനുകൂലമായി സ്വാധീനിക്കുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ ഭക്ഷണ സംസ്കാരത്തിനും മൈക്രോബയോമിനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ദോശ, ഇഡലി, അപ്പം, തൈര്, പഴങ്കഞ്ഞി തുടങ്ങിയ ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങൾ ഗുണകരമായ സൂക്ഷ്മാണുക്കളാൽ സമ്പന്നമാണ്. ഇവ പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പ്രൊബയോട്ടിക്സ് എന്ന പദം ഇന്നെല്ലാവർക്കും സുപരിചിതമാണ്. ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷ്യ ഘടകങ്ങളാണ് പ്രീബയോട്ടിക്സ്. ഇന്ന് നിരവധി പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങളിൽ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ FMT പ്രതീക്ഷ നൽകുന്ന ചികിത്സാ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗബാധിതരിൽ ആരോഗ്യദായകമായ മൈക്രോബയോം പുനഃസ്ഥാപിക്കാനാകുമെന്ന തിരിച്ചറിവാണ് FMT പോലുള്ള ചികിത്സാ രീതികൾക്ക് ശാസ്ത്രീയ അടിത്തറ നൽകുന്നത്. ഭാവിയിൽ വ്യക്തിഗത മൈക്രോബയോം ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ രോഗനിർണയത്തിനും വ്യക്തിഗത ചികിത്സാ സമീപനങ്ങൾക്കും മൈക്രോബയോം സയൻസ് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു. മൈക്രോബയോമിൻ്റെ പ്രാധാന്യം ആരോഗ്യരംഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. കൃഷിമേഖലയിൽ സസ്യവേരുകൾക്ക് ചുറ്റുമുള്ള റൈസോസ്ഫിയർ മൈക്രോബയോം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും നിർണായകമാണ്. നൈട്രജൻ നിശ്ചലീകരണം, ഫോസ്ഫറസ് ലഭ്യമാക്കൽ, സസ്യവളർച്ചാ ഘടകങ്ങളുടെ ഉൽപ്പാദനം, രോഗകാരികളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയിൽ സൂക്ഷ്മാണുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. അമിതമായ രാസവള ഉപയോഗം, കീടനാശിനികളുടെ ദുരുപയോഗം, മണ്ണൊലിപ്പ്, ജൈവവസ്തുക്കളുടെ കുറവ് എന്നിവ മണ്ണിലെ സൂക്ഷ്മാണു വൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ സംരക്ഷണം ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. ജൈവവളങ്ങൾ, ബയോ ഫെർട്ടിലൈസറുകൾ, ബയോ കൺട്രോൾ ഏജന്റുകൾ, മൈക്രോബിയൽ കൺസോർഷ്യങ്ങൾ എന്നിവ സുസ്ഥിര കൃഷിയുടെ ഭാവി നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. മൃഗസംരക്ഷണ മേഖലയിലും മൈക്രോബയോമിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുവരുന്നു. മൃഗങ്ങളുടെ ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി പ്രൊബയോട്ടിക്സും മറ്റ് മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു വരുന്നു. ഇത് സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനത്തിനും ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും സഹായിക്കും. മത്സ്യകൃഷിയിലും അക്വാകൾച്ചറിലും മൈക്രോബയോം വളരെ പ്രധാനമാണ്. ജലത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനും മത്സ്യങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനും ഗുണകരമായ സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നു. രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ച് കൂടുതൽ സുസ്ഥിരമായ മത്സ്യകൃഷിക്ക് നീങ്ങാൻ ഇത് സഹായിക്കുന്നു.
പരിസ്ഥിതി സംരക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾക്ക് വലിയ പങ്കുണ്ട്. മലിനജല ശുദ്ധീകരണം, ജൈവ മാലിന്യ സംസ്കരണം, ബയോറെമഡിയേഷൻ, കാർബൺ ചക്രം, പോഷകചക്രം എന്നിവയിലെല്ലാം സൂക്ഷ്മാണുക്കൾ അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങളിലും ഇവയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇന്ന് ലോകമൊരു പുതിയ ബയോ എക്കണോമിയിലേക്ക് മാറുകയാണ്. ആരോഗ്യരംഗം, കൃഷി, ഭക്ഷ്യ സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, മൃഗസംരക്ഷണം, അക്വാകൾച്ചർ തുടങ്ങി നിരവധി മേഖലകളിൽ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി അതിവേഗം വളരുകയാണ്. വിവിധ അന്താരാഷ്ട്ര വിപണി പഠനങ്ങൾ പ്രകാരം ആഗോള പ്രൊബയോട്ടിക്സ് വിപണിയുടെ മൂല്യം 2025 ഏകദേശം $75 ബില്യൺ വരെയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ 2030 ഇത് $115 ബില്യൺ അധികമാകുമെന്നും ചില ആഗോള പഠനങ്ങൾ വിലയിരുത്തുന്നു. ഏഷ്യ പസഫിക് മേഖലയിലാണ് ഈ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലും പ്രൊബയോട്ടിക്സ് മേഖല അതിവേഗ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപണി പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ പ്രൊബയോട്ടിക്സ് വിപണി 2025 ഏകദേശം 2070 കോടി രൂപയിലെത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മേഖല ഏകദേശം ഇരട്ടിയായി വളർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃഷി മേഖലയിലെ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളായ ബയോ ഫെർട്ടിലൈസറുകളുടെയും മൈക്രോബിയൽ ഇനോക്കുലേറ്ററുകളുടെയും ആഗോള വിപണിയും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈവ കൃഷി, ഭക്ഷ്യസുരക്ഷ, രോഗപ്രതിരോധ ശേഷി, പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ എന്നിവയിലേക്കുള്ള ലോക ജനതയുടെ വർദ്ധിച്ചുവരുന്ന ശ്രദ്ധയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഗവേഷണശേഷിയും ജൈവ വൈവിധ്യ സമ്പത്തും മനുഷ്യ വിഭവശേഷിയുമുള്ള കേരളത്തിന് ഈ വളർന്നുവരുന്ന മൈക്രോബയോം സമ്പദ് വ്യവസ്ഥയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രധാന പങ്കുവഹിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഗുണനിലവാര നിയന്ത്രണം, സുരക്ഷ, കാര്യക്ഷമത, റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഗവേഷണം, വികസനം, അംഗീകാരം, വാണിജ്യവൽക്കരണം എന്നിവയ്ക്ക് വ്യക്തമായ നയപരമായ ചട്ടക്കൂടുകൾ ആവശ്യമാണ്. അതിനായി ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, വ്യവസായങ്ങൾ, കർഷകർ, ആരോഗ്യരംഗം, നയരൂപീകരണ ഏജൻസികൾ എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു സമഗ്ര മൈക്രോബയോം നയം അഥവാ മൈക്രോബയോം പോളിസി കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. സൂക്ഷ്മാണുക്കളെ രോഗകാരികളായി മാത്രം കാണുന്ന പഴയ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മനുഷ്യരുടെയും പ്രകൃതിയുടെയും നിശബ്ദ സഹയാത്രികരായി അവയെ കാണേണ്ട സമയമാണിത്. സൂക്ഷ്മാണുക്കളെ മനസ്സിലാക്കാം, അവയെ സംരക്ഷിക്കാം, മൈക്രോബയോം അധിഷ്ഠിത ഹരിത സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാം. ജൂൺ 27 ലോക മൈക്രോബയോം ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലിന് പ്രസക്തി ഏറെയാണല്ലോ. ആരോഗ്യകരവും സുസ്ഥിരവുമായ കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകാം. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.